എൻ്റെ പേര് മുരളി. ചാത്തപ്പുരം പ്രസന്ന മഹാഗണേശ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി, ചാത്തപ്പുരം സമൂഹത്തിൻ്റെയും സെക്രട്ടറി. ചരിത്ര പ്രസിദ്ധമായ കൽപ്പാത്തി ചാത്തപ്പുരം അഗ്രഹാരമാണ്. ശ്രീ പ്രസന്ന മഹാഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൽപ്പാത്തി എന്ന് പറയുന്ന 4 ക്ഷേത്രങ്ങളുടെ സമുച്ചയമാണ്. പ്രധാനമായി വിശാലാക്ഷി സമേത വിശ്വനാഥ പരമേശ്വര സ്വാമി ക്ഷേത്രമാണ് പ്രധാനം. ആ ക്ഷേത്രത്തിന്റെ താഴെയാണ് പ്രസന്ന മഹാഗണപതി ക്ഷേത്രം, മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങളും സംയുക്തമായിട്ടാണ് കൽപ്പാത്തി രഥോത്സവം ഇവിടെ നടത്തുന്നത്. അതാണ് അതിന്റെ സവിശേഷതയും പ്രത്യേകതയും. തഞ്ചാവൂർ മായപുരത്തിൽ നടത്തുന്ന മയൂരനാഥ ക്ഷേത്രത്തിൽ നടത്തുന്ന രഥോത്സവത്തെ ഓർമ്മിപ്പിക്കുന്ന അതേ ദിവസങ്ങളിലാണ് ഇവിടെ കൽപ്പാത്തി രഥോത്സവം നമ്മൾ ആഘോഷിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തഞ്ചാവൂർ, കുംഭകോണം, മയിലാടുതുറ, മായപുരം എന്നീ ദേശങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ടും അതിന്റെ പ്രാതിനിധ്യം തന്നെ ഒട്ടും മങ്ങലേൽക്കാതെ കേരളത്തിൽ പാലക്കാട് പ്രത്യേകിച്ച് കൽപ്പാത്തി അഗ്രഹാരങ്ങളിൽ 4 അഗ്രഹാരങ്ങൾ ചേർത്ത് ഒത്തൊരുമയോടുകൂടി നടത്തുന്നതാണ് കൽപ്പാത്തി രഥോത്സവം. നവംബർ 7 മുതൽ തുടങ്ങുന്ന ഈ ഉത്സവം നവംബർ 15 സമാപിക്കും. കൃത്തിക മാസം 1 തീർത്ഥ ഉത്സവം, ധ്വജ അവരോഹണ ചടങ്ങ്. നവംബർ 15 ഇന്ന് വൈകുന്നേരം കൽപ്പാത്തി തേരുമുട്ടിയിൽ എല്ലാ രഥങ്ങളുടെയുള്ള ദേവരഥ സംഗമം ഏകദേശം വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി നടക്കും. ഇത് വളരെ വിശേഷപ്പെട്ടതാണ്. 5 രഥങ്ങളും ആ കൽപ്പാത്തി പുണ്യഭൂമിയിൽ ഒത്തുചേർന്നുകൊണ്ട് ആരത്തികൾ ഒഴിഞ്ഞുകൊണ്ട് ഭക്തജനങ്ങൾക്ക് കാഴ്ച നൽകുന്നത് വളരെ ഒരു സന്തോഷമുള്ള അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. ഈ രഥസംഗമം കാണുവാനായി ഭാരതത്തിൽ നിന്നും മറ്റു വെളി രാജ്യങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും എല്ലാവരും തന്നെ ഒട്ടനവധി പേർ വർഷം തോറും എത്താറുണ്ട്. ഒട്ടും ചരിത്രപരമായി പൈതൃകമായി പറയുകയാണെങ്കിൽ അതിനൊക്കെ ഒട്ടും തന്നെ മൂല്യങ്ങൾ കുറയ്ക്കാതെ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ഉത്സവം എല്ലാവരുടെ ഗ്രാമക്കാരുടെയും അതുപോലെ ചെറുപ്പക്കാരുടെ എല്ലാം ഉത്സാഹത്തോടെ വളരെ പ്രൗഢഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. Yeah.
അയ്യോ കയറ് കയറ് വാ